Good morning, students. അടുത്ത question ഇതാണ്. Evaluate integral 0 to pi x sin x by 1 plus cos square x dx. ഇത് 2020 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ let I is equal to integral 0 to pi x sin x divided by 1 plus cos square x dx. The equation. ഇനി നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി ഏതാണ്? ഇന്റഗ്രൽ 0 to a f of x dx is equal to ഇന്റഗ്രൽ 0 to a f of a minus x dx. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമുക്കുണ്ട്. a minus x dx. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് we can write another I. Also I is equal to ഇന്റഗ്രൽ 0 to pi x is replaced by pi minus x. ഇവിടെ a യുടെ സ്ഥാനത്ത് എന്താണ്? pi ആണ്. അപ്പോൾ x ന്റെ സ്ഥാനത്ത് കൊടുക്കണം pi minus x sin pi minus x divided by 1 plus cos square x ന്റെ സ്ഥാനത്ത് pi minus x. ഇനി നമ്മൾ ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. sin pi minus x is equal to എന്താണ്? sin x. cos pi minus x എന്താണ്? cos pi minus x minus cos x. എന്തുകൊണ്ടാണത്? sin pi minus x സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് എന്ന് വരും. cos pi minus സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് മൈനസ് cos x. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? ഇന്റഗ്രൽ 0 to pi pi minus x into sin pi minus x എന്നുള്ളത് sin x divided by താഴെ 1 plus cos square pi minus x എന്താണ്? cos pi minus x എന്ന് പറഞ്ഞാൽ മൈനസ് cos x. വീണ്ടും ഒരു മൈനസ് cos x വരുമ്പോൾ മൈനസ് cos x into മൈനസ് cos x cos square x. ഇതിന് ഇക്വേഷൻ 2 ഉണ്ട്. then adding 1 and 2 ഒന്നും രണ്ടും കൂട്ടും. കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2i is equal to 0 to pi x sin x dx divided by 1 plus cos square x plus integral 0 to pi ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ pi sin x dx divided by 1 plus cos square x minus integral 0 to pi x sin x divided by 1 plus cos square x dx. രണ്ടായിട്ട് നമ്മൾ തിരിച്ചു. ഇനി ഇതിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമുക്ക് കട്ട് ചെയ്താൽ ഇത് പോസിറ്റീവ് ആണ്, അത് നെഗറ്റീവ് ആണ്, കട്ട് ചെയ്തത്. ബാക്കി നമ്മൾ എന്താ കിട്ടുന്നത്? 2i is equal to ഇവിടെ പൈ പുറത്തെടുക്കുമ്പോൾ pi into integral 0 to pi sin x dx divided by 1 plus cos x. ഓക്കെ, ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ആണ് cos x is equal to u കൊടുക്കാം. അപ്പോൾ minus sin x dx is equal to നമുക്ക് എന്ത് കിട്ടും? du എന്ന് കിട്ടും. അപ്പോൾ sin x dx സമയം എത്രയാണ്? sin x dx equal to minus du. x എന്നുള്ള വേരിയബിൾ യൂലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലിമിറ്റും മാറും. പുതിയ ലിമിറ്റ് എന്താണ്? x is equal to 0 വരുമ്പോൾ u is equal to എന്താണ്? cos 0. cos 0 എത്രയാണ്? 1. x is equal to pi വരുമ്പോൾ u is equal to എന്താണ്? cos pi ആണ്. cos pi എന്താണ്? -1. അപ്പോൾ പുതിയ ലിമിറ്റ് നമുക്ക് എത്ര കിട്ടണേ? pi into integral 1 to -1 sin x dx എന്ന് പറഞ്ഞാൽ എന്താണ്? minus du divided by 1 plus u square. Okay. അടുത്ത സ്റ്റേജ് നെക്സ്റ്റ് സ്റ്റേജ് എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2i is equal to minus pi integral 1 to -1 du divided by 1 plus u square. minus pi നമ്മൾ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ 1 to -1 du divided by 1 plus u square. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇന്റഗ്രൽ a to b f of x dx is equal to ഇന്റഗ്രൽ ഇവിടെ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ b to a f of x dx. that is a property of integral. Integral a to b f of x dx is equal to integral b to a. ഇവിടെ ഈ ലോഗ് ലിമിറ്റ് അപ്പർ ലിമിറ്റ് ചേഞ്ച് ചെയ്താൽ ഇവിടെ ഒരു മൈനസ് ആണ്. ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഇന്റഗ്രൽ b to a f of x dx.
ഇവിടുത്തെ മൈനസ് നമുക്ക് കളയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? പൈ ഇൻറ്റു ഇന്റഗ്രൽ -1 to +1 du ഡിവൈഡഡ് ബൈ 1 + x. അപ്പൊ അങ്ങനെ വന്നപ്പോൾ മൈനസ് പോയി. ഇവിടെ മൈനസ് എന്നുള്ളത് മൈനസ് ഇന്റഗ്രൽ 1 to -1 du ബൈ 1 + x എന്നുള്ളത് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ -1 താഴേക്ക് വരും, +1 മുകളിലേക്ക് പോകും, മൈനസ് എലിമിനേറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 1/1 + u² എന്നുള്ളത് എന്ത് ഫംഗ്ഷൻ ആണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. 1/1 + u² എന്നുള്ളത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി എന്താണ്? ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ properties of definite integral ആണ്. -a to +a f of x dx is equal to 2 times 0 to a f of x dx. When f of x is even. f of x even ആണെങ്കിൽ നമുക്ക് എഴുതാം. ഇവിടെ 1/1 + u² എന്നുള്ള ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. 1/1 + u² ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? +π ഇൻറ്റു ഇവിടെ 2 times 0 to 1 du by 1 + u². ഇവിടെ -1 to +1 നമുക്ക് π ഇൻറ്റു 2 times 0 to 1 du by 1 + u². ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ 2π ഇൻറ്റു 1/1 + u² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? tan inverse u. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2π ഇൻറ്റു tan inverse u എന്താണ്? tan inverse 1 എന്ന് പറഞ്ഞാൽ എന്താണ്? π/4. tan inverse 0 എത്രയാണ്? 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2π²/4. അപ്പോൾ 2i = എന്ത് കിട്ടി? 2π²/4 കിട്ടി. therefore i യുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? i = π²/4. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. ഫൈനൽ ആൻസർ എന്താണ്? ഫൈനൽ ആൻസർ i = π²/4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇവിടെ നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചു. ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് ഉപയോഗിച്ചത്? 0 to a f of x dx. അതെന്താണത്? 0 to a f of a - x dx. അതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണ്? ഈവൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചു. -a to a f of x dx എന്ന് പറഞ്ഞാൽ 2 times 0 to a f of x dx when f of x is even. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചു. പിന്നെ നമ്മൾ ഏതാ ഉപയോഗിച്ചത്? ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ -ഇന്റഗ്രൽ b to a f of x dx. അങ്ങനെ നമ്മൾ പല പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേർന്നത് കേട്ടോ. തന്നിരിക്കുന്ന പ്രോബ്ലത്തെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അതിന് i എന്ന് പേര് കൊടുത്തു. അതിനുശേഷം ആദ്യത്തെ പ്രോപ്പർട്ടി ഏതാണ്? 0 to a f of x dx = f of a - x. ഈ പ്രോപ്പർട്ടി 0 to a f of a - x dx. അങ്ങനെ മറ്റൊരു i കണ്ടുപിടിച്ചു. ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ടൈം കട്ടായി പോയി. ബാക്കി എന്താ കിട്ടിയത്? π * ഇന്റഗ്രൽ 0 to π sin x dx by 1 + cos x. then integration by substitution. നമ്മൾ cos x ന് എന്ത് കൊടുത്തു? cos x ന് u കൊടുത്തു. cos x ന് u കൊടുക്കുമ്പോൾ തന്നിരിക്കുന്ന വേരിയബിൾ കംപ്ലീറ്റ് u ലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിന്റെ ലിമിറ്റ് മാറും. ലിമിറ്റ് മാറി കഴിയുമ്പോൾ ആ മൈനസ് അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രോപ്പർട്ടി കൊടുത്തു? ഇന്റഗ്രൽ a to b f of x dx എന്നുള്ളത് -ഇന്റഗ്രൽ b to a f of x dx. അതിനുശേഷം വീണ്ടും നമ്മൾ നോക്കുമ്പോൾ 1/1 + u² എന്നുള്ള ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ലോവർ ലിമിറ്റ് -1 ആണ്, അപ്പർ ലിമിറ്റ് +1 ആണ്. വി ക്യാൻ അപ്ലൈ ദ പ്രോപ്പർട്ടി ഓഫ് ഈവൻ ഫംഗ്ഷൻ -a to a f of x dx = 2 times 0 to a f of x dx. f of x is 0. അപ്പൊ ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? π * 2 ഇന്റഗ്രൽ 0 to 1 du by 1 + u². ഇനി അതിനെ 1/1 + u² നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? tan inverse u. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2i × π/4 - 0 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2π²/4. 2i ആണ് 2π²/4 കിട്ടുക. therefore i യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടുക? i യുടെ വാല്യൂ π²/4 ആണ് കേട്ടോ. നമുക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. എല്ലാവരും നോട്ട് ചെയ്തെടുക്കാം, കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. എന്ന് ചോദിച്ചതാണ് 2020 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. Next question. Next question.
ഇന്റഗ്രൽ minus pi by 2 to pi by 2 x into cos square x dx. ഇത് ഇവാലുവേറ്റ് minus pi by 2 to pi by 2 x cos square x dx. ഇതെന്ത് ചോദിച്ചതാണ്? 2020 ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 2020 ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ x എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. cos square x എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഓഡ് ഇൻറ്റു ഈവൻ എന്താണ്? ഓഡ് ഫംഗ്ഷനെ ഈവൻ ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 വെൻ എഫ് ഓഫ് എക്സ് ഈസ് ഓഡ്. എഫ് ഓഫ് എക്സ് ഓഡ് ആണെങ്കിൽ ഇതിന്റെ ആൻസർ 0 ആയിരിക്കും. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. cos square x എന്താണ്? cos square x ഉം ഓഡ് ഫംഗ്ഷൻ. അപ്പൊ ഓഡ് ഇൻറ്റു cos square x ഈവൻ ഫംഗ്ഷൻ. cos square x എന്താണ്? ഈവൻ ഫംഗ്ഷൻ. അപ്പോ x into cos square x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? that is equal to odd function. അപ്പോൾ ഇത് ഓഡ് ഫംഗ്ഷൻ ആവുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ the answer will be 0. നമുക്ക് ആൻസർ എന്താ എഴുതാം? ആൻസർ ഡയറക്റ്റ് ആയിട്ട് 0 ആണ്. കേട്ടോ. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഇതൊക്കെ ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ.